ഭീഷ്മശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാലിനി അങ്ങനെ പറയുന്നുണ്ട്, ഇത് ആദ്യം അമ്മയ്ക്കാണ് അനുവദിച്ചെന്നേ ഉള്ളൂ, പക്ഷേ സത്യാമ്മയ്ക്ക് അർഹതപ്പെട്ടത് തന്നെയാണ്, അമ്മ ഒഴിവ് പറഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ സത്യാമ്മയ്ക്ക് കിട്ടുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഫാമയ്ക്ക് അങ്ങോട്ട് ദേഷ്യം പെരുത്ത് കയറുകയാണ്. ഫാമ പറയുകയാണ്, അപ്പോൾ നിൻ്റെ അമ്മ കഴിച്ചതിൻ്റെ ബാക്കി കഴിപ്പിക്കാൻ, ഈ വീട്ടുകാരെ കൊണ്ട് കഴിപ്പിക്കാനായിട്ടാണ് നീ വന്നിരിക്കുന്നതല്ലേ, അതെന്തായാലും നീ വിചാരിച്ചാലും നടക്കാൻ പോകുന്നില്ല, നിൻ്റെ കൂടെ വന്ന നിൻ്റെ തള്ള വിചാരിച്ചാലും നടക്കില്ല എന്ന് പറയുമ്പോൾ ഫാമയെന്നൊക്കെ രാഘവൻ നായർ വിളിക്കുന്നുണ്ട്. അതായത് ശാലിനിക്ക് അങ്ങ് തൊട്ട് ദേഷ്യം വരുന്നുണ്ട്. ശാരദാമ്മ ഇങ്ങനെ മിണ്ടാൻ നിൽക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, നിന്റെ ജോലിയുടെ പവറൊക്കെ നിന്റെ കയ്യിൽ തന്നെ വെച്ചിരുന്നാൽ മതി, നാട് മുഴുവൻ വെള്ളത്തിന് വേണ്ടിയോ പൈസയ്ക്ക് വേണ്ടിയോ ഒക്കെ തെണ്ടി നടന്നാലും നിന്റെ മുമ്പിൽ ഈ സത്യഭാമ വരില്ല, അങ്ങനെ ഈ ഭാമ പഠിച്ചിട്ടില്ല, ജീവിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ ദേഷ്യപ്പെട്ട് കയർത്ത് സംസാരിക്കുകയാണ്. അന്നേരം ശാരദാമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് ശാലിനി ചോദിക്കുകയാണ്, കണ്ടില്ലേ അമ്മേ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇങ്ങനൊരു വരവ് തന്നെ വേണ്ടിയിരുന്നില്ല, എത്രയൊക്കെ അറിഞ്ഞാലും പഠിച്ചാലും സൂചന കൊടുത്ത് പഠിച്ചാലും ഒക്കെ ഈ സത്യാമ്മ നന്നാവത്തില്ല എന്ന് തന്നെ ശാലിനി ഇങ്ങനെ പതിയാണ് ശാരദാമ്മയോട് പറയുന്നത്. പക്ഷേ അത് സത്യഭാമയും രാഘവനാരും എല്ലാവരും കേൾക്കുന്നുണ്ട്. ഈ കുട്ടികൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. തുടർന്ന് പിന്നെ ശാരദാമ്മ പറയുകയാണ്, വാ അമ്മേ പോകാം, അല്ല ശാരദാമ്മ പറയുന്നുണ്ട്, സത്യാമ്മ അങ്ങനെ തന്നെ ആയിക്കോ, ഇവിടെ വന്നതും തെറ്റ്, സത്യാമ്മയോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചതും തെറ്റ്, അല്പനേരം വന്നു ഇവിടെ നിന്ന് പോയതിൽ സത്യാമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ക്ഷമിക്കുക, നമ്മുടെ ഭാഗത്താണ് തെറ്റ്, മാപ്പ് എന്ന് ശാരദാമ്മ ഇങ്ങനെ തൊഴുത കാണിക്കുന്നുണ്ട്. എന്നിട്ട് വാ പോകാം, ശാലിനി വാ വണ്ടിയിലേക്ക് കയറ് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരവുമില്ല അഹങ്കാരത്തോടെ സത്യഭാമ അങ്ങോട്ട് നിൽക്കുകയാണ്, ആരെയും മൈൻഡ് ചെയ്യാതെയും വകവയ്ക്കാതെയും ഒക്കെ. അന്നേരം ശാലിനി വാ മക്കളെ പോകാമെന്നൊക്കെ കുട്ടികളെ വിളിക്കുന്നുണ്ട്. അന്നേരം ശാലിനി പറയുകയാണ്, നിൽക്കമ്മേ, നമ്മളിപ്പോൾ എന്ത് തെറ്റാണ് ചെയ്തത്, ഒരു തെറ്റും ചെയ്യാതെ ആകെ അപമാനിക്കപ്പെട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നില്ലേ, അതിൻ്റെ കാര്യം അറിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശാലിനി വാശിക്ക് നിൽക്കുകയാണ്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, വേണ്ട മോളെ നമുക്ക് പോവാം, സത്യാമ്മയാണെങ്കിൽ സത്യാമ്മയുടെ ഇഷ്ടപ്രകാരം ചെയ്തോട്ടെ, എന്താണെന്ന് വെച്ചാൽ നമ്മൾ വന്നത് തന്നെ തെറ്റാണ് എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് തെറ്റാണ് ചെയ്തതെന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോഴും സത്യഭാമ കുറേയൊക്കെ ശാലിനി അങ്ങോട്ട് ആക്ഷേപിച്ച് സംസാരിക്കുന്നു. ആ ജോലിയെക്കുറിച്ചും പിന്നെ നീ വിചാരിച്ചാൽ എന്നെ നന്നാകെ എന്നെ പഠിപ്പിക്കാനൊന്നും പറ്റില്ല, വയസ്സുകാലത്ത് നീ എന്നെ പഠിപ്പിക്കാനായിട്ടാണോ വന്നിരിക്കുന്നത്, അതെന്തായാലും നടക്കില്ല എന്നൊക്കെ നിൻ്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ച് കയറുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, സംസാരിച്ച് കാട് കയറണ്ട, ഞങ്ങൾ ഇറങ്ങുകയാണ്, വാ മോളെ പോകാം എന്നിങ്ങനെ നിർബന്ധമായിട്ട് ശാലിനിയെ വിളിക്കുകയാണ്. അന്നേരം ശാലിനിയാണെങ്കിൽ ഭാമയോടൊപ്പം ശാരദാമ്മയോടൊപ്പം ഇറങ്ങാൻ തയ്യാറാകുന്നുണ്ട്. പക്ഷേ ശാലിനി അങ്ങനെ ആ ഒരു നിർബന്ധ ബുദ്ധിയിൽ നിൽക്കുമ്പോൾ ഭാമ ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. തുടർന്ന് കുട്ടികളെ വിളിക്കുമ്പോൾ പിന്നെ പപ്പിയാണെങ്കിൽ അച്ചച്ച പോട്ടെ എന്ന് പറയുമ്പോൾ കുട്ടി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് നെറ്റിയിലേക്ക് മുത്തം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അങ്ങോട്ട് ഇറങ്ങുകയാണ്. അന്നേരം പപ്പിയാണെങ്കിൽ സത്യാമ്മയെ പോയിട്ട് വരാം എന്നിങ്ങനെ പറയുമ്പോൾ സത്യാമ്മയ്ക്ക് അത് കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. തുടർന്ന് കുട്ടികളെയും വിളിച്ചുകൊണ്ട് ശാരദാമ്മ അങ്ങ് ആദ്യമേ ഓട്ടോയിൽ കയറുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ സത്യഭാമയെ തന്നെ ദേഷ്യത്തോടെ നോക്കുകയാണ്. അന്നേരം ഭാമ പക്ഷേ മുഖം കൊടുക്കുന്നില്ല. തുടർന്ന് രാഘവൻ നായരോട് പോട്ടേച്ചാന്നിങ്ങനെ അങ്ങേയും കാണിച്ചിട്ട് ശാലിനിയും തിരിച്ച് കയറി പോകുന്നുണ്ട്. ഓട്ടോയിൽ കയറാൻ നേരവും ശാലിനിയാണെങ്കിൽ ദേഷ്യത്തോടെ സത്യഭാമയെ നോക്കുന്നുണ്ട്. എന്നിട്ട് അവരങ്ങ് പോവുകയാണ്. തുടർന്ന് ഭാമ അങ്ങ് അകത്തേക്ക് കയറാനായിട്ട് തുടങ്ങുമ്പോൾ രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, ഭാമേ നീ എന്നാണ് നന്നാവാൻ പോകുന്നത്, ദൈവമായിട്ട് ഓരോ വഴികൾ കാണിച്ചു തരുമ്പോൾ നീ നന്നാവാനായിട്ട് ഉദ്ദേശമില്ല, ഇത്രയൊക്കെ ആയിട്ട് നീ പഠിച്ചില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മരുമകളെ കൂട്ടുപിടിച്ചിട്ട് എന്നെ നന്നാക്കാനുള്ള എനിക്ക് വഴിതെളിക്കാനുള്ള ശ്രമമാണെങ്കിൽ വേണ്ട, ഈ സത്യഭാമ ഒറ്റയ്ക്ക് വഴിതെളിച്ച് വന്നവൾ തന്നെയാണ്, അതിലെനിക്ക് ആരുടെയും സഹായം വേണ്ട, രാഘവേട്ടൻ്റെ പോലും സഹായം വേണ്ട എന്നിങ്ങനെ അഹങ്കാരത്തോടു കൂടി സത്യഭാമ പറയുകയാണ്. എന്നിട്ട് സത്യഭാമ അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. രാഘവൻ ആകെ ദേഷ്യത്തിൽ ഉമ്മറത്ത് തന്നെ ഇരിക്കുകയാണ്. ഇതേ സമയം രോഹിത് ആണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിലിരിക്കുകയാണ്. അവിടെ ആണെങ്കിൽ ആകെ കുടിച്ചു ബോധമില്ലാതെയാണ് ഒരു റെസ്റ്റോറൻറ്റിലിരിക്കുന്നത്. അതേസമയം തൊട്ടപ്പുറത്ത് ഒരു ഫാമിലി ഇരിക്കുന്നുണ്ട്, അച്ഛനും അമ്മയും കൂടി. ഇച്ചിരി വലിയ കുട്ടിയാണ്, പപ്പിമോളുടെ അത്രയുള്ള ഒരു കുട്ടിക്ക് അച്ഛനാണെങ്കിൽ ഭക്ഷണമൊക്കെ ഇങ്ങനെ വാരി കൊടുക്കുന്നുണ്ട്. അന്നേരം ഈ കുട്ടിയുടെ അമ്മ പറയുന്നുണ്ട്, ഇത്രയും വലിയ കുട്ടിക്ക് വാരി കൊടുക്കണം, ആരും കാണണ്ട എന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയുന്നതും കാര്യമാക്കണ്ട, അച്ഛൻ വാരിത്തരാമെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിക്ക് അങ്ങ് വീണ്ടും വാരി കൊടുക്കുന്നു. ഫ്രൈഡ് റൈസ് ആണെന്ന് തോന്നുന്നു, വാരി കൊടുക്കുന്നുണ്ട്. അന്നേരം മോൾക്ക് ഇനി എന്താ വേണ്ടതെന്ന് ചോദിക്കും. ഐസ്ക്രീം എന്നൊക്കെ ഈ കുട്ടി പറയുന്നുണ്ട്. അന്നേരം ഇതൊക്കെ കണ്ട് ദേഷ്യം വന്ന് കലികേറി രോഹിത് അടുത്തിരിക്കുകയാണ്. രോഹിത് ഇതൊക്കെ കാണുമ്പോൾ ഒരു പുച്ഛഭാവവും ദേഷ്യവും ഒക്കെ വരികയാണ്. എന്നിട്ട് രോഹിത് ഇങ്ങനെ പതുക്കെ ആടിയുലഞ്ഞൊക്കെ എഴുന്നേറ്റ് അവരുടെ ആ ടേബിളിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, വാങ്ങിച്ചു കൊട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഈ കുട്ടി ഇങ്ങനെ അച്ഛന്നിങ്ങനെ പേടിച്ച് വിളിക്കുന്നുണ്ട് രോഹിത്തിൻ്റെ ആ ഭാവമൊക്കെ കണ്ടിട്ട്. എന്നിട്ട് പറയുകയാണ്, ലോകത്തുള്ള സകല അച്ഛന്മാരും ഇങ്ങനെയാണ്, എല്ലാം വിറ്റും പറക്കിയും മക്കൾക്ക് എല്ലാം വാങ്ങിച്ചു കൊടുക്കും, അവസാനമാണെങ്കിലോ എന്നിട്ട് ഭാര്യയാണെങ്കിലോ ഒരു പ്രവചനം അങ്ങോട്ട് നടത്തും, നമ്മുടെ കൊച്ചിൻ്റെ
അച്ഛൻ ഞാനല്ല എന്നുള്ളത്, വേറെ ആരോ ആണെന്നുള്ളത്. അന്നേരം ഈ ഭാര്യയും ഭർത്താവും അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് അപ്പോൾ അവിടുത്തെ ഒരു മാനേജർ, ആ റെസ്റ്റോറൻറ്റിലെ മാനേജർ അങ്ങോട്ട് വരുന്നുണ്ട്. അന്നേരം വരുന്നവരെ അപമാനിക്കാനാണോ ഇങ്ങനെയുള്ള കുടിയന്മാരെ അകത്ത് കയറ്റുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മാനേജർ ഇങ്ങനെ രോഹിത്തിനെ പിടിക്കുന്നുണ്ട്. അന്നേരം എന്നെ വിടുമെന്നും പറഞ്ഞ് പിടിച്ചു മാറ്റുകയാണ്. അന്നേരം രോഹിത്ത് ഈ കുട്ടിയുടെ അച്ഛനോട് പറയുകയാണ്, എൻ്റെ ഭാര്യയെ ഇതേപോലെയാണ് എന്നോട് പറഞ്ഞത്, ദേ ഈ ചേച്ചിയും കള്ള് തന്നെയാണ്, അവസാനം നിങ്ങളടുത്തും പറയും നിങ്ങളല്ല ഈ കൊച്ചിൻ്റെ അച്ഛനെന്ന്. അന്നേരം ഈ കുട്ടിയുടെ അച്ഛനും കൂടെ ദേഷ്യം വന്ന് രോഹിത്തിനെ അടിക്കാനായിട്ട് കൈ ഓങ്ങുന്നുണ്ട്. അന്നേരം രോഹിത്ത് തടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ കൊച്ചിൻ്റെ അച്ഛൻ ഞാനല്ലെന്ന് പറയാൻ നീ ആരാടാന്നും പറഞ്ഞ് അവിടെ ആകെ ബഹളമാവുകയാണ്. അന്നേരം ഈ മാനേജർ ഒന്ന് പിടിച്ചു മാറ്റുന്നുണ്ട്. ഇനി ഒരക്ഷരം മിണ്ടിയാൽ നിന്നെ തല്ലു എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം മാനേജരോട് രോഹിത് അതേപോലെ തന്നെ പറയുകയാണ്, നിങ്ങളുടെ വീട്ടിലും കൊച്ചില്ലേ, ആ കൊച്ചിൻ്റെ അച്ഛൻ നിങ്ങളാണോ എന്ന് തിരക്കി നോക്ക്, ഈ ചേച്ചി എൻ്റെ ഭാര്യ പോലെ തന്നെ പെരുങ്കള്ളിയാണ് എന്നൊക്കെ പറയുമ്പോൾ നിൻ്റെ ഭാര്യ അങ്ങനെയായിരുന്നു ബാക്കിയുള്ളവർ അങ്ങനെയാണോ എന്നും പറഞ്ഞ് സെക്യൂരിറ്റി എല്ലാവരെയും വിളിച്ചുകൊണ്ട് മാനേജറാണെങ്കിൽ രോഹിത്തിനെ പിടിച്ചങ്ങോട്ട് പുറത്താക്കുകയാണ്. ഈ സമയത്താണ് വിഷ്ണു അതിലെ ലോറിയിൽ വരുമ്പോൾ ഈ കാഴ്ച കണ്ടുകൊണ്ട് വരുന്ന വിഷ്ണു ലോറി നിർത്തി അങ്ങോട്ട് ഓടി ഇറങ്ങി അവിടേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം വീട് കേട്ടാ വീട് എനിക്കറിയാവുന്ന ആളാണ്, സുഖമില്ലാത്ത ആളാണെന്ന് പറയുമ്പോൾ എൻ്റെ സൂക്കേടുന്ന് മാറ്റി കൊടുക്കും എന്നിങ്ങനെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവരുടെ പിടിയിൽ നിന്ന് ഒരുവിധം വിഷ്ണുവിനെ പിടിച്ചു മാറ്റുകയാണ്. എന്നിട്ട് വാ രോഹിത്തെ എന്ന് വിളിക്കുമ്പോൾ എന്നെ തൊട്ടു പോകരുത്, എൻ്റെ അവസ്ഥയ്ക്ക് കാരണം നീ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയതെന്ന് പറയുമ്പോൾ പിന്നെ വാ നിന്നെ ഞാൻ എവിടെയെങ്കിലും ആക്കാമെന്ന് പറയുമ്പോൾ എവിടെ ആക്കാനായിട്ട്, എനിക്ക് വീടുണ്ടോ കുടുംബമുണ്ടോ എല്ലാം ഇല്ലാതാക്കിയത് നീയാണെന്ന് പറയുമ്പോൾ വിഷ്ണു ആണെങ്കിൽ ദേഷ്യം കടിച്ചു പിടിക്കുന്നുണ്ട്. എന്നിട്ട് ബാ രോഹിത്തെ ശ്യാമ അവിടെ എന്ന് പറയുമ്പോൾ ഏത് ശ്യാമ, എന്നെ ചതിച്ചിട്ട് അവൾ എന്നെ സ്നേഹിക്കാൻ നടക്കുന്നോ, ആരും എന്നെ സ്നേഹിക്കേണ്ട, എനിക്ക് ആരുമില്ല, ഞാൻ എവിടെയെങ്കിലും പൊയ്ക്കോട്ടെ, ആരും എന്നെ നോക്കാനായിട്ട് വരണ്ട, എൻ്റെ പുറകെ വന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞ് ആകെപ്പാടെ വിഷ്ണുവിനോടങ്ങ് കയർത്ത് സംസാരിക്കുകയാണ്. രോഹിത്താണെങ്കിൽ എൻ്റെ എല്ലാം ഇല്ലാതാക്കി നീ ഒറ്റ ഒരുത്തനാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം, വല്ലവൻ്റെ തല്ലി മേടിക്കുന്ന എന്തിനെന്നൊക്കെ വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം എൻ്റെ അവസ്ഥയ്ക്ക് മുഴുവൻ കാരണം നീ ആണെന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ രോഹിത് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സുസ്മിത അവിടേക്ക് വരുന്നുണ്ട്. അന്നേരം എന്താ രോഹിത് ഇത്, നിനക്ക് ഭ്രാന്ത് പിടിച്ചോ, നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭ്രാന്ത് തന്നെയാണ്, എല്ലാവരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്, ഇവൻ കണ്ടില്ലേ എന്നും പറഞ്ഞിട്ട് രോഹിത് നിൽക്കുകയാണ്. അന്നേരം സുസ്മിതയെ ദേഷ്യത്തോടെ വിഷ്ണു നോക്കുന്നുണ്ട്. തുടർന്ന് സുസ്മിത പറയുകയാണ്, നിന്റെ നാശം കാണാനാണ് ഇവരൊക്കെ ആഗ്രഹിക്കുന്നത്, നിന്നെ ഇല്ലാതാക്കിയവരുടെ മുന്നിൽ നിന്നെ എല്ലാം തികഞ്ഞ് അവനാക്കുമെന്ന് സുസ്മിതയാണ് വാക്ക് കൊടുത്തത്, അത് ഞാൻ പാലിച്ചിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, ഇങ്ങനെ കുടിപ്പിച്ച ആളിനെ ഇല്ലാതാക്കുന്നതാണോടി നന്നാക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അതിന് രോഹിത്താണ് മറുപടി പറയുന്നത്, ഞാൻ എൻ്റെ കാശ് കൊണ്ടാണ് കുടിക്കുന്നത്, അതിന് നീ എൻ്റെ പുറകെ വരേണ്ട ആവശ്യമില്ല, ഞാൻ എവിടെയെങ്കിലും വീണ് ചത്ത് കിടന്നാലും നീ എൻ്റെ മുന്നിലേക്ക് വന്നു പോകരുത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഒരു സംരക്ഷകൻ വന്നിരിക്കുന്നു, നന്നാക്കാൻ വന്നിരിക്കുന്നു എന്നൊക്കെ രോഹിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ചെല്ലി വണ്ടി കയറി, ഇവരൊക്കെ നിൻ്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ വിഷ്ണുവിനെ വീണ്ടും വഴക്ക് പറഞ്ഞിട്ട് രോഹിതാണെങ്കിൽ ആടി ഉലഞ്ഞ് സുസ്മിതയുടെ കാറിലേക്ക് കയറി പോകുന്നുണ്ട്. അന്നേരം വിഷ്ണുവിനെ ചീത്ത വിളിച്ചുകൊണ്ടാണ് കാറിലേക്ക് കയറിയിരിക്കുന്നത്. അന്നേരം വിഷ്ണു ആണെങ്കിൽ രോഹിത്തിനോട് പറയുന്നുണ്ട്, നീ ആരുടെ കൂടെ കൂടിയപ്പോഴാണോ നീ നശിക്കാൻ തുടങ്ങിയെന്ന് നീ ഒന്ന് സ്വയം ആലോചിച്ച് നോക്ക്, അന്ന് പക്ഷേ നിനക്ക് ഈ നഷ്ടപ്പെട്ടൊന്നും തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കില്ല, ഓർത്തോ എന്നൊക്കെ പറയുമ്പോഴാണ് വീണ്ടും വിഷ്ണുവിനെ വഴക്ക് പറഞ്ഞ ഒരു സംരക്ഷകൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാറിലേക്ക് രോഹിത് കയറി പോകുന്നത്. തുടർന്ന് സുസ്മിത ആണെങ്കിൽ വിഷ്ണുവിനോട് പറയുന്നുണ്ട്, ഇത് കലിയുടെ വിളയാട്ടമാണ്, നിൻ്റെയും നിൻ്റെ കുടുംബത്തിൻ്റെയും പല തകർച്ചകളും ഇനിയും നിനക്ക് കാണേണ്ടി വരും, കരുതിയിരുന്നോ നീ, ഇത് സുസ്മിതയാണ് പറയുന്നത്, സുസ്മിത എന്നൊക്കെ ഇങ്ങനെ പഞ്ച് ഡയലോഗ് എന്ന പോലെ വിഷ്ണുവിനെ നേരെ കൈ ചൂണ്ടിയൊക്കെ പറഞ്ഞിട്ട് സുസ്മിത ഇങ്ങനെ സ്ലോ മോഷനിൽ നടന്നു പോകുന്നുണ്ട്. കാറിലേക്ക് കയറി പോവുകയാണ്. വിഷ്ണു ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ പുറകിൽ നിന്നും നോക്കി നിൽക്കുന്നു. തുടർന്ന് രാത്രിയാണെങ്കിൽ സത്യഭാമ രാഘവൻ നായർക്ക് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. ബിരിയാണിയാണ് വിളമ്പി കൊടുക്കുന്നത്. അന്നേരം നീ കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാനാണെങ്കിൽ പിന്നീട് വിഷ്ണു വന്നിട്ട് വിഷ്ണുവിൻ്റെ കൂടെ കഴിക്കാം എന്ന് പറഞ്ഞിട്ട് രാഘവേട്ടൻ കഴിക്കുക പറഞ്ഞ് വിളമ്പി കൊടുക്കുകയാണ്. അന്നേരം പിന്നെ രാഘവൻ നായർ പറഞ്ഞിട്ടുണ്ട്, അവൻ വരുമ്പോൾ രാത്രിയാവും, അവനുള്ളത് അവിടെ അടച്ചു വെച്ചിരുന്നാൽ പോരെ, അവനെടുത്ത് കഴിച്ചിട്ട് കിടന്നോളൂ എന്ന് പറയുമ്പോൾ ഇല്ല, അവന് ബിരിയാണി ഒരുപാട് ഇഷ്ടമാണ്, അതും വെച്ച് ഞാൻ ഇവിടെ ഇരിക്കും, എത്ര രാത്രിയായാലും അവൻ വന്നിട്ടേ ഞാൻ കഴിക്കുന്നുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം രാഘവൻ നായർ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ലല്ലോ ഫാമേ, കുറച്ച് 2 ദിവസം മുമ്പല്ലേ നീ അവനെ ശാലിനിയുടെ പേരും പറഞ്ഞ് വഴക്ക് പറഞ്ഞു വിട്ടത്, ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും വീട്ടിൽ നിൽക്കില്ലായിരുന്നു, അവന് പൈസ വേണ്ട, അവന് വേണ്ട, പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ വഴക്ക് പറയുന്നത് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അത് അപ്പോഴത്തെ എൻ്റെ മനസ്സിൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണ്, അല്ല എനിക്ക് കുറച്ച് വിഷമം ഉണ്ടെന്ന് കൂട്ടിക്കോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, നിന്നെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇന്നത്തെ കാര്യം തന്നെ ശാലിനിയും ശാരദാമ്മയും ആ 2 കുട്ടികളും കൂടി ഇവിടെ വന്നു, നീ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്, ആ കുട്ടികളെ വിളിച്ചിരുത്തി അല്പം മധുര പലഹാരമൊക്കെ കൊടുത്ത് പിന്നെ അവരെ സൗഹാർദ്ദപരമായിട്ട് പിരിയല്ലേ ചെയ്യേണ്ടിരുന്നത്, പകരം നീ എന്താണ് ചെയ്തത്, കണ്ണീരും കൈയുമായിട്ട് അവരെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു, അവരോട് ഇപ്പോൾ ശാരദാമ്മയോടും ശാലിനിയോടും ഇവിടെ വന്നില്ല എന്ന് വിചാരിച്ച് ആരും ഒന്നും ചോദിക്കാൻ പോണില്ല, രാഘവൻ നായരും സത്യഭാമയും കൂടി വീട് താമസം മാറിയിട്ട് നിങ്ങൾ പോയി കണ്ടുവന്നു, പക്ഷേ അവർ നമ്മളോട്
നിന്നോടുള്ള ഒരു ഇഷ്ടവും ബന്ധവും അടുപ്പവും വെച്ചാണ് അവരിവിടെ വന്നത്. എന്നിട്ടും നീ ആ കുട്ടികളെ പോലും വിളിച്ചൊരു ചായ പോലും കൊടുക്കാതെ നിൻ്റെ പേരക്കുട്ടി അടക്കം അവരെവിടെ നിന്ന് അപമാനിച്ചിറക്കി വിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, പിന്നെ എന്നെ കൊച്ചാക്കാൻ വന്നാൽ ഈ സത്യഭാമ ഒട്ടും വിട്ടു കൊടുക്കില്ല, ആരും എന്നെ നന്നാക്കാനൊന്നും നോക്കണ്ട എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം നീ എത്ര കിട്ടിയാലും പഠിക്കില്ല ഭാമേ, അറിയാമോ എന്താണ് സംഭവം എന്നറിയാമോ? നിന്നെ എല്ലാവരും അങ്ങോട്ട് സഹിക്കുകയാണ്, ഈ ഞാൻ ഉൾപ്പെടെ സഹിക്കുകയാണ്, അല്ലാതെ നിവർത്തിയില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഭാമയ്ക്ക് ചെറുതായിട്ട് കുറ്റബോധം വരുന്നുണ്ട്. പക്ഷെ അത് വിട്ടു കൊടുക്കാനായിട്ട് സത്യഭാമ ഒരിക്കലും തയ്യാറാകുന്നില്ല. തുടർന്നാണെങ്കിൽ രാഘവൻ നായർ അങ്ങോട്ട് കഴിച്ചിട്ട് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനിയെങ്കിലും നീ നിൻ്റെ കുറ്റവും കുറവുകളും ഒക്കെ ഒന്ന് കണ്ട് മര്യാദയ്ക്ക് അടങ്ങി ജീവിക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ അവസാനം വരെ ഈ ഞാൻ മാത്രമേ നിൻ്റെയോടൊപ്പം കാണുകയുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം എനിക്കാരും വേണ്ട, എന്നെ ഈശ്വരനെ അറിയാം, ഈശ്വരന് എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം എന്നിങ്ങനെ പറയുമ്പോൾ, നീ എത്ര കിട്ടിയാലും പഠിക്കില്ല, പക്ഷേ ഈ ഈശ്വരന് ഇവിടെ വന്ന് ബിരിയാണി കഴിക്കാനായിട്ട് സാധിക്കില്ലല്ലോ, അതിനെന്തായാലും വിഷ്ണു തന്നെ വരണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരവും സത്യഭാമ അഹങ്കാരത്തോടെ തന്നെ അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ ആരും കൊച്ചാക്കാൻ നോക്കണ്ട, ഭരിക്കാൻ നോക്കണ്ട, നന്നാക്കാൻ വരണ്ട എന്ന് പറഞ്ഞിട്ട് അതിന് മുന്നേ ചോദിക്കുന്നുണ്ട്, ഇന്ന് രാഘവേട്ടൻ ഉച്ചയ്ക്ക് പുളി ഇഞ്ചി കഴിച്ചില്ലേ, അതിലെന്തെങ്കിലും കുത്തൽ ഉള്ളതായിട്ട് തോന്നിയോ? പക്ഷേ ആ ശാരദയ്ക്ക് തോന്നി, അവൾക്കല്ല, അവളുടെ ശാരദയ്ക്കാണ്, അവളുടെ മകൾ ശാലിനിക്കാണ് കുത്തൽ എന്നിങ്ങനെ പറയുമ്പോൾ അപ്പോഴാണ് പറയുന്നത്, ഇങ്ങനെയാണെങ്കിൽ നിന്നോടൊപ്പം ആരും കാണില്ല, ഞാൻ മാത്രമേ കാണുള്ളൂ, സഹിച്ചങ്ങ് പോകാം, അല്ല എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ട് രാഘവൻ നേരെ വഴക്ക് പറഞ്ഞുകൊണ്ട് അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇവൾ എത്ര കിട്ടിയാലും പഠിക്കത്തുമില്ല, നന്നാവത്തുമില്ല എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. അന്നേരം സത്യഭാമ പറയുകയാണ്, ഒരു ഉപദേശിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഭക്ഷണമൊക്കെ വെച്ച് കാത്തിരിക്കുകയാണ് വിഷ്ണുവിന് വേണ്ടിയിട്ട്. ഇതേസമയം അവിടെ കുടുംബശ്രീ വീട്ടിലെ ശാലിനിയാണെങ്കിൽ സത്യഭാമ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ഓർമ്മിക്കുകയാണ്. പിന്നെ നിൻ്റെ തള്ള കഴിച്ചതിൻ്റെ ബാക്കി വീട്ടിലുള്ളവരെ കൊണ്ട് കഴിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ, പിന്നെ ഒരു ലോണിൻ്റെ കാര്യം പറഞ്ഞ് സത്യഭാമയെ വിലക്കെടുക്കാനായിട്ട് വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ശാലിനിക്ക് അകപ്പാടെ ദേഷ്യം വരുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അന്നേരം ശാരദാമ്മ ഒന്നും മിണ്ടുന്നില്ല. അന്നേരം അമ്മയ്ക്ക് എന്തോ പറയാനുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, അത് രോഹിത്തിൻ്റെ കാര്യം ഇങ്ങനെ പോയാൽ എങ്ങനെയാ മോളെ, പിന്നെ ശ്യാമയുടെ ജീവിതമല്ലേ എങ്ങനെയായി പോകുന്നത്, അവനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവന്നല്ലേ മതിയാകൂ എന്ന് പറയുമ്പോൾ രോഹിത്തിന് മുമ്പിൽ നമ്മളെല്ലാവരും കുറ്റക്കാരാണ്, ശ്യാമ വിചാരിച്ചാലേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ, പിന്നെ ഇങ്ങനെ ശ്യാമയെ വേണ്ടാന്നും പറഞ്ഞ് നടക്കുകയല്ലേ, അപ്പോൾ ശ്യാമ വിചാരിച്ചാൽ എങ്ങനെ നടക്കും, ഇപ്പോൾ അവനെ നിയന്ത്രിക്കുന്നതും പിന്നെ നോക്കുന്നതും ഒക്കെ മറ്റു പലരും അല്ലേ എന്നൊക്കെ ഇങ്ങനെ സുസ്മിതയെക്കുറിച്ചാണ് പറയുന്നത്. ഈ സമയത്ത് പപ്പിയെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് ശ്യാമ വരികയാണ്. പപ്പി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്നുണ്ട്. ശ്യാമ പുറകെ ഓടി അവിടേക്ക് വന്ന് നിൽക്കുകയാണ്. അന്നേരം നിന്നോട് മര്യാദയ്ക്ക് ഹോംവർക്ക് ചെയ്യാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ശ്യാമ പറയുകയാണ്. അന്നേരം ഇല്ല എന്നും പറഞ്ഞ് കുട്ടി ആകെ ദേഷ്യത്തിലാണ്. അന്നേരം അവിടെ സത്യം ഇരുന്ന് ചെയ്യുന്നത് കണ്ടില്ലേ, അതുപോലെ നിനക്കെന്താ ചെയ്താലും ചോദിക്കുമ്പോൾ, ഞാൻ എൻ്റെ ഹോംവർക്ക് ഒറ്റയ്ക്ക് ചെയ്യില്ല, എൻ്റെ അച്ഛനാണ് എൻ്റെ ഹോംവർക്ക് ചെയ്യുന്നത്, അച്ഛൻ വന്നാലേ ഞാൻ ചെയ്യത്തുള്ളൂ എന്നിങ്ങനെ പറഞ്ഞ് വാശി പിടിക്കുകയാണ്. അന്നേരം മര്യാദയ്ക്ക് പോലും എന്നിങ്ങനെ പറയുമ്പോൾ ഇല്ല എന്നും പറഞ്ഞ് കുട്ടി അവിടെ ശാലിനിയുടെ അടുത്തേക്ക് ഇരിക്കുകയാണ്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, പപ്പി മോളെ ഇന്ന് മോളുടെ അച്ഛനെ ഇന്നല്ലെങ്കിൽ നാളെ ശാരദാമ്മ കൊണ്ടുവരും, ഇപ്പോൾ മോള് പോയി ഹോംവർക്ക് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ടീച്ചർ വഴക്ക് പറയും, മോളെ മാത്രമല്ല ഫോൺ വിളിച്ച് ശാരദാമ്മയും അമ്മയും ഒക്കെ വഴക്ക് പറയും, എന്തിനാ വെറുതെ വഴക്ക് കേൾപ്പിക്കുന്നത്, എൻ്റെ പൊന്നുമോള് പോയി ചെയ്യുമെന്ന് പറയുമ്പോൾ, ഇല്ല അച്ഛൻ വന്നിട്ടേ ഞാൻ ഹോംവർക്ക് ചെയ്യുള്ളൂ, എൻ്റെ അച്ഛനെ എനിക്കിപ്പോൾ കാണണം എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി ആകെ അങ്ങ് ദേഷ്യത്തിലാണ്. അന്നേരം ശ്യാമയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ശ്യാമ പറയുകയാണ്, നിനക്ക് അങ്ങനെ ഒരു അച്ഛനില്ല, എന്നെ വേണ്ടാന്ന് പറയുന്ന അച്ഛനെ ഞാനിപ്പോൾ എവിടെ പോയി കൊണ്ടുവരാനാണ്, നിനക്ക് അങ്ങനെ ഒരു അച്ഛനില്ല എന്നും പറഞ്ഞിട്ട്, അപ്പോൾ അച്ഛനെ കാണണം, എനിക്ക് അച്ഛനെ കാണണമെന്നും പറഞ്ഞ് കുട്ടി ബഹളം വയ്ക്കുകയാണ്. അന്നേരം ശ്യാമ ഇങ്ങോട്ട് തല്ലുന്നുണ്ട്. അന്നേരം ശാരദാമ്മ പോയി പിടിച്ച് മാറ്റുകയാണ്. ഇത്തിരി പോകുന്ന കൊച്ചിനാണോ നിൻ്റെ ദേഷ്യം എന്നും പറഞ്ഞിട്ട് ശാരദാമ്മയെ കുട്ടിയെ ചേർത്ത് പിടിക്കുമ്പോൾ കുഞ്ഞ് ശാരദാമ്മയും ചേർത്ത് പിടിച്ച് അങ്ങ് കരയുകയാണ്. അതായത് ശാലിനി ചോദിക്കുന്നുണ്ട്, എന്താ ശ്യാമ ഇതൊക്കെയും ചോദിക്കുമ്പോൾ, കുഞ്ഞേച്ചി കണ്ടില്ലേ ഇവളുടെ അച്ഛനെ ഈ രാത്രിയിൽ നമ്മളെ വേണ്ടാന്നും പറഞ്ഞ് നിൽക്കുന്ന അവളുടെ അച്ഛനെ ഞാൻ എവിടെ പോയി കൊണ്ടുവരാനാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ ശ്യാമ ചോദിക്കുമ്പോൾ അതിനുത്തരം ശാലിനിക്കും ഇല്ല. ശാലിനി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പക്ഷേ പ്രമോയിൽ കാണിച്ചിരുന്നു വിഷ്ണു വരുന്ന ആ ഒരു സീൻ, പക്ഷെ അതൊന്നും കാണിച്ചില്ല. അപ്പോൾ അത് നാളെ ആയിരിക്കും. പക്ഷേ വിഷ്ണു ഇവിടെ വരും, ശാലിനിയും കൊണ്ട് നൈറ്റ് ഡ്രൈവിന് പോയി ഭക്ഷണമൊക്കെ കഴിക്കും. അവിടെ സത്യഭാമയാണെങ്കിൽ ഭക്ഷണം വെച്ചുകൊണ്ട് കാത്തിരിക്കുകയും ചെയ്യും. അപ്പോൾ പിന്നീട് അവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.